സമ്പാദ്യങ്ങളിലൊന്നും വലിയ താല്പര്യമില്ലാത്ത ഈ അച്ഛൻ്റെ മകനാണ് ഞാൻ. പട്ടിണിയോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും അച്ഛനും അമ്മയും ഞങ്ങൾ അറിയിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങള് ധനികരുമല്ലായിരുന്നു. അതൊരു കുഴപ്പമാണെന്ന് എനിക്കോ അച്ഛനോ ആദ്യമൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ അതൊരു വലിയ കുറവാണെന്ന് ഞാനും എൻ്റെ അച്ഛനും ഒരുപോലെ ഒരിക്കൽ തിരിച്ചറിഞ്ഞു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളില്, ഉറക്കം വരാത്തൊരു രാത്രിയില് വിജയ സ്വപ്നവുമായി എൻ്റെ മനസ്സിലേക്ക് വന്നത് ഒരു പുസ്തകമാണ്. പൗലോ കൊയ്ലോ എഴുതിയ ആൽക്കമിസ്റ്റ്. നിങ്ങളുടെ യഥാർത്ഥ സ്വപ്നത്തെ, പേഴ്സണൽ ലെജൻഡ്, ധൈര്യത്തോടെ പിന്തുടരുക. ആത്മാർത്ഥമായി നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് നേടിയെടുക്കാൻ വേണ്ടി ഈ പ്രപഞ്ചം നിങ്ങളെ സഹായിക്കും. അതായിരുന്നു ആ നോവലിലെ മെസ്സേജ്. ഓരോ മനുഷ്യനും ജീവിതത്തിൽ ഓരോ ലക്ഷ്യമുണ്ട് എന്ന ഭയമാണ് അവരെ സ്വപ്നങ്ങളിൽ നിന്നും അകറ്റുന്നതെന്നും ജീവിതയാത്രയിൽ നേരിടുന്ന പരീക്ഷണങ്ങളും പരാജയങ്ങളും വിജയത്തിലേക്കുള്ള വാതിലുകളാണെന്ന് ആ നോവലിൽ പറയുന്നുണ്ട്. പോസിറ്റീവായി ചിന്തിച്ച് അവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്രയായിരുന്നു എൻ്റെ ഈ വിജയത്തിൻ്റെ ആധാരം. ഇതൊക്കെ നേടും ഞാൻ. ഇതൊക്കെ എനിക്ക് കിട്ടിയേ പറ്റൂ. എനിക്ക് കിട്ടുമെന്നുള്ള ആത്മവിശ്വാസം അതെനിക്കുണ്ടായിരുന്നു. നിങ്ങൾക്കും അതുണ്ടാവണം. പിന്നെ ഇപ്പൊ ഞാൻ വന്നത് എല്ലാവരെയും ഒന്ന് കാണേണ്ട സമയമായി എന്ന് തോന്നിയതുകൊണ്ട്. ഇവരാണ് എൻ്റെ പ്രാണൻ, എൻ്റെ അച്ഛനും അമ്മയും മറ്റു കൂടപ്പിറപ്പുകളും. എന്നെ സ്നേഹം പഠിപ്പിച്ച എൻ്റെ അമ്മ, എന്നെ ജീവിതം പഠിപ്പിച്ച എൻ്റെ അച്ഛൻ, എൻ്റെ താങ്ങും തണലുമൊക്കെ ആയിരുന്ന എൻ്റെ കൂടപ്പിറപ്പുകൾ. ഇവരോടൊപ്പം കുറച്ച് ദിവസം ചെലവിടണം, എന്നിട്ട് തിരികെ പോണം. എൻ്റെ ലക്ഷ്യവും നടപ്പാക്കുമെന്ന് ഉറപ്പുള്ള ചില കാര്യങ്ങളും നടപ്പിലാക്കാൻ എനിക്ക് യാത്ര ചെയ്തേ പറ്റൂ. പോകുന്നതിന് മുൻപ് ഇവിടെ വളരെ സുപ്രധാനമായ ഒരു കാര്യം കൂടി എനിക്ക് ചെയ്യാനുണ്ട്. അതിനാണ് പ്രധാനമായിട്ടും ഞാൻ വന്നത് തന്നെ. അപ്പോ സന്തോഷം. നൽകിയ സ്നേഹത്തിനും ഊഷ്മളമായ സ്വീകരണത്തിനും ഒരുപാട് നന്ദി. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അവളുടെ അമ്മയുടെ വേണ്ട സാർ, എവിടെയും പോയി തൊലയ. നീ എന്റെ കുടുംബം തകർക്കുമല്ലേ?